ലോകകപ്പ് എപ്പോഴും ഭയങ്കര ആവേശമുള്ള കാര്യം തന്നെയാണ്. ഫുട്ബോൾ കാണാൻ പോകുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. എല്ലാ ആരാധകർക്കും മെസ്സിയെ, നെയ്മറിനെയും റൊണാൾഡോയെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തെറ്റായ തീരുമാനമാണ്. ഗ്രൗണ്ടിലെ പുല്ല് വരെ ഫിഫ വിൽക്കാൻ പോവാന്ന്. ഞാൻ പുല്ല് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അർജന്റീന ഇപ്പോഴാണ് ഒരു നല്ല ടീമായിട്ട് അവർ കളിച്ചു തുടങ്ങി. കുറേയൊക്കെ അർജന്റീനയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ടോക്സിക് ഫാൻസ് എന്നൊരു സംഭവത്തിൽ കുറെ ലേബൽ ചെയ്ത് വന്നിട്ടുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ അർജന്റീന ഫാൻ ആകുമ്പോൾ നമ്മളും ആ കൂട്ടത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി ചിന്തിക്കും. ബ്രാച്ചുകൾ മുന്നണിയുടെ കൺവീനറാണ് സ്നേഹ. ഒരു കൂട്ടം പുരുഷന്മാർ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ എല്ലാ ഫോർമേഷൻസും എല്ലാ റൂൾസ് ഒക്കെ അറിഞ്ഞിട്ട് ഇവർ കളി കാണാൻ പാടുള്ളൂ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞു. മെസ്സി കളിച്ച ഫസ്റ്റ് ക്ലബ്ബ് ഏതാണ്, മെസ്സിക്ക് എത്ര ഗോൾഡൻ ബൂട്ട് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞാലേ ഫുട്ബോളിനെ പറ്റി ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ഭയങ്കര ബോറ് ചിന്താഗതിയാണ്. ഇന്നലെ എമാൽ ഒരു ഗോൾ അടിച്ചു, ഓഫ് സൈഡിൽ നിന്ന് അങ്ങനെ അടിച്ചത്. പക്ഷെ അത് ഞാൻ വിചാരിച്ചത് അത് ഗോളാന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചു. അല്ല, ഹാളന്റിന്റെ ഒരു വീഡിയോ ഭയങ്കര രസമുണ്ടായിരുന്നല്ലോ. ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ അയാളുടെ കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് എല്ലാം രസമുണ്ടായിരുന്നു. ലൈക്ക് ആ പാട്ട് തന്നെ ഹിറ്റായി. ഹാളൻ ഹാളൻ സിറ്റിയിലെ ഹാളൻഡിനേക്കാളും ഫേമസ് ആയത് ഈ വേൾഡ് കപ്പിലെ നോർവേയിലെ ഹാളൻഡാണ്. ഈ നെയ്മറിനെയൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. അതങ്ങനെ വിചാരിച്ചില്ല. ഹലോ, നമസ്കാരം. ലോകകപ്പ് അങ്ങനെ അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് 2 ഫൈനലിസ്റ്റുകളെ ലഭിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, അർജന്റീന വേഴ്സസ് സ്പെയിൻ. ഒരു ഫൈനലിസിമ എന്ന് വേണമെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ പറയുന്ന തരത്തിലേക്ക് ഫൈനൽ എത്തിയിരിക്കുന്നു. 2 ഭൂഖണ്ഡങ്ങളുടെ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. യൂറോപ്പ് ആയിരിക്കുമോ അതോ ലാറ്റിൻ അമേരിക്ക ആയിരിക്കുമോ കിരീടമുയർത്തുക എന്ന ആവേശഭരിതമായ കാഴ്ചയിലേക്കാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ ഒരുപാട് വിവാദങ്ങൾ കണ്ടു, ഈ ലോകകപ്പിൽ ഉടനീളം കണ്ടു. പക്ഷേ ഈ വിവാദങ്ങൾക്കപ്പുറം ആവേശ കാഴ്ചകൾ കണ്ടു. ഈ ലോകകപ്പ് നമ്മുടെ യൂത്തിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ് നമ്മുടെ പ്രധാന ഫോക്കസ്. നമ്മൾ പോകുന്നത് നമ്മുടെ പേര് പോലെ തന്നെ യൂത്ത് ഓൺ ഫീൽഡ് തന്നെയാണ്. എനിക്കൊപ്പം ചുറുചുറുക്കുള്ള റിപ്പോർട്ടറിൻ്റെ ഒരു പറ്റം യുവാക്കൾ തന്നെയാണ് ചേരുന്നത്. പരിചയപ്പെടുത്താം. ആദ്യം സമീറിനാണ്. സമീർ നമ്മുടെ സ്പോർട്സിൻ്റെ തന്നെ പ്രതിനിധിയാണ്, റിപ്പോർട്ടർ സ്പോർട്സിൻ്റെ പ്രതിനിധി. അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഗാർഡുകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് സമീർ പിലാക്കൽ എന്ന് പറയുന്നത്. രണ്ടാമത് സ്നേഹ ബെന്നിയാണ്. സ്നേഹ ബെന്നി വിവിധ പ്ലാറ്റ്ഫോമുകളായിട്ട് റീലുകളിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹ ബെന്നിയാണ്, നമുക്കറിയാം. പിന്നെ വരികയാണെങ്കിൽ ഫർസ ലൈഫിൻ്റെ ലൈഫ് എന്ന് പറയാം, റിപ്പോർട്ടർ ലൈഫിൻ്റെ ലൈഫായിട്ടുള്ള ഫർസയാണ്. ഫർസയെ നമുക്ക് ഒരുപാട് റീലുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് മനീഷാണ്. മനീഷ് മേൽവിൻ എന്ന് പറയും. നിങ്ങൾ ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒട്ടനവധി കാർഡുകൾ ഈ ഫുട്ബോൾ മാച്ചുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്ത ബ്രെയിനാണ് ആ ഇരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ വെങ്കിയാണ്. വെങ്കി ബിസിനസ് ടൈക്കോൺ എന്ന് വേണമെങ്കിൽ പറയാം. റിപ്പോർട്ടർ ബിസിനസ്സിൻ്റെ നട്ടലായിട്ടുള്ള വെങ്കി. ഒപ്പം ഞങ്ങളുടെ തന്നെ റിപ്പോർട്ടർ സ്പോർട്സിൻ്റെ മറ്റൊരു പ്രതിനിധിയായിട്ടുള്ള മെറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാം. അതായത് വനിതാ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ അധികം ഉണ്ടായിട്ടില്ല വനിതാ ഇൻഡസ്ട്രിയിൽ, മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയൊരു പ്രതിനിധിയാണ് മെറിൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഫാൻ ഫൈറ്റ് ആണോ അതോ ആധികാരികമായിട്ടൊരു ചർച്ചയാണോ എന്നുള്ളതാണ്. ഫർസയിലേക്ക് തന്നെ ഞാൻ ആദ്യം പോവുകയാണ്. ഫർസ മലപ്പുറത്ത് നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഫർസ മലപ്പുറം കാര്യമാണ്. അപ്പം ബ്ലഡിൽ തന്നെ ഫുട്ബോൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. അപ്പോൾ ഈ ലോകകപ്പ് പുരോഗമിക്കുന്നു. ഇനിയിപ്പോൾ 2 മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഫൈനലും ഉണ്ട്, ഒരു ലൂസേഴ്സ് ഫൈനലും ഉണ്ട്. ഫൈനലിലേക്ക് വരുമ്പോൾ അർജന്റീന വേഴ്സസ് സ്പെയിൻ ആണ്. പ്രതീക്ഷിച്ച പോലെയാണോ ഈ ഫൈനലിലേക്കുള്ള ടീമുകൾ വന്നത്? എങ്ങനെയാണ് തോന്നുന്നത്? അർജന്റീന എന്തായിട്ട് വരുന്നത് എനിക്കറിയായിരുന്നു. അതേപോലെയാണ് വന്നത്. അതിനൊരു കാരണം തുടക്കത്തിൽ ഇപ്പോൾ വേൾഡ് കപ്പിന് തുടക്കത്തിലൊക്കെ പല രൂപത്തിൽ ട്രോളുകളിലൂടെയും ഒരു കംബാക്ക് മൊമെന്റ്സ് ആയിരുന്നു മൊത്തത്തിൽ അർജന്റീനന്റെ. ആദ്യ ഘട്ടങ്ങളിൽ മൊത്തം മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ പല രൂപത്തിൽ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ഇപ്പൊ സെമി ഫൈനൽ എടുക്കുകയാണെങ്കിൽ തന്നെ ലൊട്ടാറോ മാർട്ടിനസിന്റെ ഒക്കെ ഗോൾ കൊണ്ട് ഭയങ്കര ഒരു കംബാക്ക് മൊമെന്റ്സ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന അർജന്റീന ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും. അതിന് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഇങ്ങനെ അർജന്റീന വരുമായിരുന്നു? കാരണം അർജന്റീന ഫൈനലിൽ വരുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് വരുമോ എന്നുള്ളത് ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കൂട്ടാം. കാരണം ഈ ഫിക്സഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്യൂ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അർജന്റീന വരുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീന ഇപ്പോഴാണ് ഒരു നല്ല ടീമായിട്ട് അവർ കളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ പറയാൻ പറ്റുമോ? കാരണം മെസ്സി അല്ലെങ്കിൽ അർജന്റീനയുടെ അവസ്ഥ എന്താണ്? അതിപ്പോഴും സജീവം സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ചയല്ലേ. ഇപ്പൊ ഇന്നലെ കൂടി ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇന്നലത്തെ സെമി ഫൈനലിന്റെ ഫസ്റ്റ് ഒരു 35 to 40 മിനിറ്റ്സ് ഇംഗ്ലണ്ട് കളിച്ച കളി എന്തായിരുന്നു? അത് അവർ കൃത്യമായ ഒരു അവർക്കറിയാം, ഒരു നോക്കൌട്ട് ടീം എന്നുള്ള ഇംഗ്ലണ്ടിന്റെ പേര് വിളിക്കുമല്ലോ. അവരുടെ ഒരു കളിയായിരുന്നു ഇംഗ്ലണ്ട് കളിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് അർജന്റീനനെ അവർക്ക് നന്നായി പൂട്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു യെല്ലോ കാർഡ് വരുന്നു, അതിനുശേഷം മത്സരങ്ങൾ മാറുന്നു, ഗതിവിഗതി മാറുന്നു. ഇപ്പോഴും അർജന്റീന എപ്പോഴും ഡിപ്പെൻഡന്റ് ഓൺ മെസ്സി ആണെന്നുള്ളതാണ് സത്യം.
മെസ്സി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അർജന്റീന എന്താവും എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. ശരിയാണ്. ഇന്നലെ വന്നിരിക്കുന്ന 2 ഗോളിന്റെ പ്രധാന അസിസ്റ്റും പുള്ളി തന്നെ മെസ്സിയാണ്. അപ്പൊ മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന എന്താവും എന്നുള്ളതാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയരേണ്ട ചോദ്യം. ഇപ്പൊ മെസ്സി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കാം ഒരു പക്ഷേ, ഇനിയും കളിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കേട്ടോ. കാരണം 39 വയസ്സിൽ ഇങ്ങനെ ഒരു എനർജി പുള്ളി കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും പുള്ളിക്ക് അത് സക്സീഡ് ചെയ്യാൻ പറ്റും ഇനിയും വേൾഡ് കപ്പിൽ എല്ലാത്തിലും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതാണോ എന്നൊരു ചോദ്യമല്ലേ അനുപേട്ടൻ ഞാൻ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഫൈനൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പെർഫെക്റ്റ് ടീം ഞാൻ കണ്ടത് ഫ്രാൻസാണ്. ഗംഭീര ടീം. കാരണം ഒരു വശത്ത് ഒലീസയുണ്ട്, ഒരു വശത്ത് നടുവില് നമുക്ക് എംബാപ്പെ ഉണ്ട്, പുറത്ത് ഡെംബലെ ഉണ്ട്, മിഡ് അത്രയ്ക്കുണ്ട്, ബാക്കിൽ ഉപ്പമച്ചാനെ പോലുള്ള കുറച്ച് മച്ചാന്മാരുണ്ട്. ഞാനൊക്കെ സ്വപ്നം കണ്ട ഒരു ടീം എന്ന് പറഞ്ഞാൽ അയ്യോ, ഞാൻ ആസ്വദിച്ച് കണ്ട കളിയായിരുന്നു ഫ്രാൻസിന്റെ. കാരണം അവരുടെ കളി കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിരിച്ചിങ്ങനെ കാണും. പക്ഷെ അർജന്റീന കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം ഒരെണ്ണം എതിർ ടീം അടിച്ചാൽ അവർ അടിക്കും എന്നുള്ളൊരു ലെവലിലേക്ക് അവർ മാറിയിരുന്നെങ്കിൽ പോലും ഇതെന്താവും ഈശ്വര, അയ്യോ കോപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിലേക്ക് വരെ അർജന്റീന മാച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്ത് പറയാണ്, ഫ്രാൻസ് ഫൈനലിലേക്ക് വരണമെന്ന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഫ്രാൻസും സ്പെയിനും ഫൈനൽ എന്നായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ. പക്ഷെ നിർഭാഗ്യവശാൽ സ്പെയിൻ കംപ്ലീറ്റ്ലി ഔട്ട്കം ചെയ്ത് കളഞ്ഞു ഫ്രാൻസിനെ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടീം എന്ന നിലയിലും സ്പെയിൻ അവിടെ കളിക്കുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും സ്പെയിൻ ഒരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നു. സ്നേഹ, പിന്നെ കുറേയേറെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേയേറെ താരങ്ങളെയൊക്കെ ഇങ്ങനെ നേരിൽ കാണുന്ന പോലും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലേ? അങ്ങനെയാണ് ഈ മൊത്തത്തിലിരിക്കുമ്പോൾ ഈ ഫുട്ബോൾ ലോകകപ്പ് നൽകിയ ഒരു അനുഭവം എങ്ങനെയാണ്? ലോകകപ്പ് എപ്പോഴും ഭയങ്കര ആവേശമുള്ള കാര്യം തന്നെയാണ് ഫുട്ബോൾ കാണാൻ പോകുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. കാരണം നെയ്മറിനെ കുറച്ച് വർഷങ്ങളായിട്ട് ഇഷ്ടമുള്ള ഒരാള്, എന്തോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെയൊക്കെ അറിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഒരാൾ. അതുകൊണ്ട് ബ്രസീലിനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാ ടീമുകളോടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അർജന്റീനനെ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ടീമിനോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചുറ്റുമുള്ളവരൊക്കെ അർജന്റീന ഫാൻ ആകുമ്പോൾ നമ്മളും ആ കൂട്ടത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി ചിന്തിക്കും. ഒരു വെറൈറ്റിക്ക് ഒരു മാസ് ടീം അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ മാസാവാൻ വേണ്ടി വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ബ്രസീല് പുറത്തായതിനു ശേഷം ഞാൻ അതായത് അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ടീമിന്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ കുറെ ടീമായി ഞാൻ കുറെ ടീമിന്റെ കൂടെ നിന്നു. നിൽക്കുന്ന ടീമൊക്കെ തോക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇന്നലെ അർജന്റീനയ്ക്കൊപ്പം നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് അർജന്റീന ഗോൾ അടിക്കുമ്പോ ഞാൻ മനസ്സില്ലാതെ മറ്റേ സൂപ്പർ തോക്കുമായിരിക്കും എന്നുള്ളത് ഞാൻ കൈയടിച്ചു. പക്ഷെ അവര് ഇന്നലെ ജയിച്ചു. പിന്നെ എനിക്ക് എംബാപ്പിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എംബാപ്പേനെ ഇഷ്ടമായിരുന്നു. പക്ഷെ രണ്ടുപേരെ ഇഷ്ടമാണ്. പക്ഷെ എമാല് മറ്റേ എംബാപ്പെ അല്ല, ഫ്രാൻസിനെ അല്ല, അർജന്റീന ടീമിന് ഒരു ഓപ്പോസിറ്റ് ടീമായിട്ട് കാണാണല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രാൻസിനൊപ്പം നിന്നത്. പക്ഷെ എനിക്ക് സ്പെയിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ഫൈനലിൽ വരുമ്പോൾ സ്പെയിൻ. സ്നേഹയ്ക്ക് എല്ലാ ടീമിനും ഇഷ്ടമാണ്. ഞാൻ ബ്രസീൽ ഫാനാണ്. പക്ഷെ എനിക്ക് പക്ഷെ പറയുകയാണെങ്കിൽ അർജന്റീനനെ ആസ് എ ടീം അല്ലെങ്കിൽ മെസ്സി ആസ് എ പ്ലെയർ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു പരിധി വരെ അർജന്റീനയോട് ഒരു നെഗറ്റീവ് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് ആൾക്കാർക്ക് തോന്നി. ഇപ്പൊ വേൾഡ് കപ്പ് നടന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഫാൻസൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്നാണ് കുറെയൊക്കെ അർജന്റീനയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഫാൻസിന്റെ ഒരു ടോക്സിക് ഫാൻസ് എന്നൊരു സംഭവത്തിൽ കുറെ ലേബൽ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ എന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സി ആസ് എ പ്ലെയർ ആൾ ഇഷ്ടമാണ്, ടീം എന്ന രീതിയിൽ അർജന്റീനന് ഇഷ്ടമാണ്. പക്ഷെ ഒരു പരിധി വരെ ഫാൻസിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ ത്രൂ കാണിക്കുന്ന ഒരു സംഭവം അത് വെച്ചിട്ട് വരെ ഭയങ്കര ആധിപത്യ സ്വഭാവമാണ് അർജന്റീന ഫാൻസ്. എല്ലാ ഫാൻസിനും അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ അർജന്റീനയുടെ ഒരു പോയിന്റ് മോളിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ആ ഒരു ഇതിലാണ് അർജന്റീനയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നിയത്. ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഫയുടെ ഒരു സംഭവം, ആ ഒരു എന്താ പറയാ റെഫറിയുടെ ഒരു ഫേവറിസം ഒരു സംഭവം നമ്മൾ മാച്ചുകളിൽ കണ്ടു. അത് വെച്ചിട്ട് അർജന്റീനയോടുള്ള ഇഷ്ടം കുറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ അർജന്റീന തോക്കണം എന്ന കരുതിയ ആൾക്കാരുണ്ടെന്ന് സംസാരത്തിൽ ആരാധകരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു രീതിയിൽ ഇത്തവണത്തെ ലോകകപ്പിൽ ഒരു ജഡ്ജ്മെന്റ് ആരാധകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം
വന്നൊരു എനിക്ക് തോന്നുന്നു ബ്രസീലാണ് മെറിന്റെ ഇഷ്ട ടീം എന്ന് തോന്നുന്നു അല്ലേ? ശരിയല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടോക്സിക് ഫാൻസിന്റെ കഥ പറഞ്ഞല്ലോ, അത് ഒരുപക്ഷെ വെങ്കിക്കും സമീറിനും കൂടുതൽ കണക്ട് ചെയ്ത് പറയാൻ പറ്റുമായിരിക്കും. ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ലോകകപ്പ് നേടുന്നത് വരെ അർജന്റീന ഫാൻസ് അനുഭവിച്ചിരുന്ന ഒരു ട്രോമയുണ്ട്. അതായത് അത്രയും നാൾ ആ കഴിഞ്ഞ കിരീടം ഉയർത്തുന്നത് വരെ അർജന്റീന ഫാൻസിനെ ട്രോൾ ചെയ്ത് ഈ ബ്രസീൽ ഫാൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് 5 കിരീടമുണ്ടെന്നായിരുന്നു അവർ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 30 വർഷമായിട്ടില്ല, കളർ ടി വി വന്നതിന് ശേഷം കിരീടമില്ലെന്നോ അടക്കമുള്ള ട്രോളുകളാണ് അർജന്റീന ഫാൻസ് ഏറ്റുവാങ്ങുക. നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അർജന്റീന ഫാൻസിനെതിരെ? അപ്പോൾ അങ്ങനെ ഒരു ട്രോൾ മെറ്റീരിയലിന് ഇരയായിട്ടുള്ളവരാണ് അർജന്റീന ഫാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു കിരീടം അടിച്ചു, അവരത് ആഘോഷിക്കുന്നു. ഇപ്പോൾ മറുഭാഗത്ത് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് ശരിക്കുള്ള അവസ്ഥ. അതിനോട് അനൂപേട്ടൻ പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. കാരണം ഞാനൊരു അർജന്റീന ഫാനാണ്. അപ്പോൾ നമ്മളെ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതായിരുന്നു ഈ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു കിരീടം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആഘോഷത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ അത് ബ്രസീലും അതുപോലെ തന്നെ മറ്റെല്ലാ ഫാൻസും അതിന് അർഹരാണ്, അത് ഏറ്റുവാങ്ങാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെങ്കി അങ്ങനെ തന്നെ അല്ലേ? അതായത് ഇത്തവണ അർജന്റീന ഏറ്റുവാങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള മെന്റാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് അർജന്റീന ഫാൻസ് അല്ലേ? പക്ഷേ ഫൈനൽ വരെ എത്തിയിട്ട് ഒരു മറുപടി കൊടുക്കണമായിരുന്നു ബ്രസീൽ ഫാൻസിന് അല്ലേ? പ്രീ ക്വാർട്ടറിലോ ക്വാർട്ടർ ഫൈനലിലോ തീരേണ്ടതായിരുന്നില്ല ബ്രസീൽ രോദനം. അല്ല, അത് എനിക്ക് ആ കാര്യത്തിൽ സമീറിനോട് ഒരു യോജിപ്പുള്ള ഒരു കാര്യം. കാരണം മെസ്സിക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് അത് ഞാനും സ്വപ്നം കണ്ടിരുന്നതാണ്. കാരണം മെസ്സി അർഹനാണ്, എന്ത് പറഞ്ഞാലും മെസ്സി വേൾഡ് കപ്പിന് അർഹനാണ്. മെസ്സി ഈ ഗെയിം പ്ലേക്കും അർഹനാണ്. അനുപേട്ട നിങ്ങൾ നോക്ക്, 39 വയസ്സായി മെസ്സിക്ക്. ഈ 39 വയസ്സിൽ സമീറെ, 39 വയസ്സിൽ മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിയാൽ മെസ്സി മാർട്ടിനസിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ മെസ്സി കൊടുത്തിരിക്കും. അത് ക്രോസ് ആണെങ്കിൽ അതെ, പാസ് ആണെങ്കിൽ അതെ, മെസ്സി കൊടുത്തിരിക്കും. മെസ്സി വിങ്ങുന്നൊരു ക്രോസ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ മെസ്സി കൊടുത്തിരിക്കും. മെസ്സി ഇപ്പോൾ മിഡ്ഫീൽഡ് കളിച്ച് അവിടെ നിന്ന് ഒരു ത്രൂ കൊടുക്കണം എന്ന് വെച്ചാൽ മെസ്സി കൊടുത്തിരിക്കും. മെസ്സി ബാക്കിൽ നിന്ന് ബോൾ എടുത്ത് വരണം, അവിടെ നിന്ന് ലീഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ മെസ്സിക്ക് അതിന് കഴിയുന്നുണ്ട്. 39 വയസ്സല്ലേ സമീറ അല്ലേ? 39 വയസ്സല്ലേ? 39 വയസ്സിൽ ആ ഒരു മനുഷ്യന് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ ഒരു അത്ഭുതം. കാരണം പല പ്ലേയേഴ്സും ഔട്ട്ഡേറ്റഡ് ആയ, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ ഫീൽഡ് ഔട്ട് എന്നൊക്കെ പറയല്ലോ, റൊണാൾഡോടെ പറയാലോ, അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ മെസ്സി ആ മെസ്സിക്ക് വേണ്ടി അർജന്റീന വേൾഡ് കപ്പ് നേടണം. ഈ വേൾഡ് കപ്പ്, കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ നേടി. ശരിക്കും ആ ഒരു പ്ലേ മേക്കർ മെസ്സിക്ക് വേണ്ടിയെങ്കിലും നേടണം എന്നൊരു ആഗ്രഹം, ഒരു തരിമ്പെങ്കിലും എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു ജർമ്മനി ഫാൻ ആയതുകൊണ്ട് എനിക്കത് പറയാനൊരു മടി, നമുക്കത് പറയാൻ അർഹതയില്ല. മെസ്സി ഒരു 12 വർഷം മുമ്പ് കിരീടം നേടിയിരുന്നു കേട്ടോ, നേടിയേനെ അവസാനിപ്പിച്ചത്. ശരിക്കും ആലോചിക്കുക, 10 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരാളാണ്. അന്ന് മെസ്സി പറഞ്ഞത് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് സ്റ്റിൽ ഐ കുഡിന്റ് വിൻ എനി ട്രോഫീസ്, ഐ കുഡിന്റ് മേക്ക് എനി എന്നാണ് മെസ്സി അന്ന് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞത്. ബട്ട് ഹി കെയിം ബാക്ക് ആൻഡ് ഹി മേഡ് ഗ്ലോറി. അതാണ് ആ ഒരു സംഭവം. 2014 എന്ന് പറയുന്ന സമയത്ത് മെസ്സി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മെസ്സി ഹിഗ്വൈന് പാസ് കൊടുക്കുന്നു, ഹിഗ്വൈൻ പുറത്തേക്ക് അടിക്കുന്നു. പക്ഷെ ഇപ്പോ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്തു. മെസ്സിക്ക് വേണ്ടി കൊല്ലാനും തല്ലാനും തയ്യാറുള്ള. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, മെസ്സിയെ തൊടാനായിട്ട് ഇംഗ്ലണ്ട് താരം ശ്രമിക്കുന്ന ഘട്ടത്തിൽ കൂട്ടായിട്ട് തേനീച്ച കൂട്ടം പോലെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വരുന്ന അർജന്റീന ടീമിനെ കണ്ടു. മറുഭാഗത്ത് ബെല്ലിങ്ങാം കൂടെ വീഴുന്നുണ്ട്, ഫൗള് അടിച്ച് വീഴുന്നുണ്ട്. ഒരു ഇംഗ്ലണ്ടുകാരൻ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഫർസ പറഞ്ഞൊരു പോയിന്റിലേക്ക് കൃത്യമായിട്ട് ഞാൻ ലാൻഡ് ചെയ്യുകയാണ്. ഫർസ പറഞ്ഞൊരു പോയിന്റ് വളരെ വ്യക്തമാണ്, നമ്മൾ ജീവിതമായിട്ട് കണക്ട് ചെയ്യാം ഫുട്ബോൾ ഡെവലപ്മെന്റ്. അതായത് ഈ ഫുട്ബോൾ നിങ്ങൾ യൂത്തിനെ സംബന്ധിച്ച്, യൂത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഫുട്ബോൾ മത്സരം എന്നത് മാറ്റി നമുക്ക് നിർത്താം. ഈ ഫുട്ബോൾ എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോകകപ്പ് മത്സരങ്ങൾ നോക്കുമ്പോൾ ഫർസ പറഞ്ഞൊരു പോയിന്റ്, പ്രത്യേകിച്ച് കംബാക്കുകളുടെ മൊമെൻറ്റ്സ് നമ്മൾ കണ്ടു. അതായത് നമുക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് തിരിച്ചു വരാനുള്ളൊരു ഊർജ്ജം ഉണ്ടാകണം, തളർന്നു പോകരുത് എന്നൊക്കെ തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ 5 or 6 അല്ലെങ്കിൽ നോക്കൗട്ട് റൗണ്ട് എന്ന് പറയുന്നത് പുറത്താകലിൻ്റെ ഒക്കെ നിന്ന് പല ടീമുകളും, പ്രത്യേകിച്ച് അർജന്റീന കാഴ്ചവെച്ചത്. അപ്പോൾ ഫുട്ബോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് യൂത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ജെൻസി യൂത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പാഠം നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ടോ ഫുട്ബോൾ എന്നുള്ളത്? ഫുട്ബോൾ തരുന്നൊരു ആറ്റിറ്റ്യൂഡാണ് നെവർ ഗിവ് അപ്പ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ ഈ അർജന്റീനയുടെ കേസ് ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റൊക്കെ നല്ല ട്രോൾ ഉണ്ടാവും ആദ്യഘട്ടത്തിൽ, ഫസ്റ്റ് ഹാഫിലും എപ്പോഴാണെങ്കിലും ഗോളടിക്കാൻ കഴിയാതെ ചിലപ്പം പല അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ടാവും. എന്നാലും ഗിവ് അപ്പ് ചെയ്യാണ്ട് അവസാനത്തേക്ക് ഗോട്ടായാലും അല്ലെങ്കിൽ ഫെർണാണ്ടസ് ആയാലും വാട്ട് എവർ അവർ തിരിച്ചു വരുന്ന ആ ഒരു കംബാക്ക് ഉണ്ടല്ലോ, ആ ഒരു നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ആക്ച്വലി ഫുട്ബോളിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഫർസ പറഞ്ഞൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കംബാക്ക് മാത്രമല്ല, അപ്പോൾ നമ്മളെ ഈ ലോകകപ്പിൽ 48 ടീമുകൾ ആയിരുന്നല്ലോ. അപ്പോൾ 32-ൽ നിന്ന് 48-ലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിച്ച് കളി ഒന്ന് സ്ലോ ആവും, മീൻസ് അത്ര രസകരമാവില്ല എന്നൊക്കെ. പക്ഷെ ഈ വമ്പന്മാരെന്ന് പറയുന്നവരെ ഉറപ്പിച്ചവരാണ് കുഞ്ഞന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആരെയും വില കുറച്ച് കാണില്ല എന്നുള്ളൊരു സാധനം കൂടി ഇതിലുണ്ട്.
ഇപ്പോൾ കേപ്പ് വെർഡെ 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം, അവര് സ്പെയിനെ കീഴടക്കുന്നു. അർജന്റീനയോടും അവർ കീഴടങ്ങിയത് അവസാന നിമിഷമാണ്. ഇപ്പോൾ വൊസീഞ്ഞൊക്കെ എന്ന് പറഞ്ഞ നമുക്കറിയാം. അപ്പോൾ 40-ാം വയസ്സിൽ ആള് പുറത്തെടുത്ത പ്രകടനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ട്. കാരണം 50,000 ഫോളോവേഴ്സ് ഉള്ളത് ഇപ്പോൾ എങ്ങാണ്ട് 29 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലായിട്ടുണ്ട്. അപ്പോൾ വമ്പന്മാർ മാത്രമല്ല, ആരെയും വില കുറച്ച് കാണരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഫുട്ബോൾ കൊടുക്കുന്നുണ്ട്. അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലേ മൊത്തത്തിൽ. ഷമീർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 വേൾഡ് കപ്പിൽ എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി തോന്നിയിരിക്കുന്ന 4 മാച്ചുകളാണ്. അതിലൊന്ന് കാപ്പ വെർദയുടെ മാച്ച് സ്പെയിനെ തളിച്ച്, സ്പെയിൻ അല്ലാതെ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുക 0-0 പിടിച്ചിരിക്കുന്നത്. പിന്നെ നോർവേ, അതായത് ഇവരെ ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുന്ന നോർവേയുടെ, പിന്നെ ജർമ്മനിനെ പൊടിച്ചിരിക്കുന്ന പരേഗയുടെ മാച്ച് എന്നീ മാച്ചുകളൊക്കെ. അതായത് നോർവേൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു വൻ ലൈനപ്പിലേക്ക് എത്താതെ ഇരിക്കുന്ന സമയത്ത് ആളണ്ടിൽ നിന്നുള്ള ഒരൊറ്റ ഇതുണ്ട് ശരിക്കും, അതെടുത്ത് നമ്മൾ പറയാൻ പറ്റിയിരിക്കട്ടെ അയാളെ കുറിച്ച്. ആളൻ്റെ ഇതിലൂടെ എത്തിയിരിക്കുന്നതും പിന്നെ AGS നമ്പർ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കാപ്പ വെർദൻ്റെ ഗോൾ ചെയ്യാനാണ്. പിന്നെ അതല്ല, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടേക്ക് എത്താം എന്നതിനുള്ളൊരു തെളിവാണ്. ഇപ്പോൾ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഏകദേശം 39, 40, 41 ഇതിലാണ് അവരൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ പുള്ളി വന്നിരിക്കുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് കണ്ടിരിക്കുന്ന മാച്ച് അതായിരുന്നു എനിക്ക്. സ്നേഹ കുറച്ച് കളിക്കാരുടെ പേര് പറഞ്ഞല്ലോ. ഇപ്പോൾ ഫുട്ബോളിന് മാച്ച് വരിയായിട്ട് നമുക്ക് കുറച്ച് താരങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുമല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം തോന്നും. അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ വിനീഷ്യസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം മറുഭാഗത്ത് താരങ്ങളുണ്ട്. എംബാപ്പെ പേര് പറഞ്ഞല്ലോ, മെസ്സി ഉണ്ട്, യമാലുണ്ട്, ഇങ്ങനെയുള്ള താരങ്ങളുണ്ട്. ഈ താരങ്ങളോട് നിങ്ങൾക്ക് ഫുട്ബോളിനുപരിയായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരെ തോന്നാറുണ്ടോ? അതായത് അവരൊരു മനുഷ്യനെന്ന നിലയിലോ കളിക്കാരെന്ന നിലയിലോ അവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ലൈഫ് ഇതൊക്കെ സ്വാധീനിക്കാറുണ്ടോ? നെയ്മറിനെയൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഈ പറയുന്നവരൊക്കെ എനിക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നാ, കാണാൻ കൊള്ളാലോ എന്നൊരു സാധനം വരും. പിന്നെ എനിക്ക് ഇവരൊക്കെ മറ്റേ ഇപ്പൊ നെയ്മറിനെയൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഉള്ള എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സോഷ്യലി ഭയങ്കര അങ്ങനെ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവരൊക്കെ ഇപ്പൊ എംബാപ്പയും എമാലൊക്കെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നും. അവന്മാർ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര രസം തോന്നും. ആ രസത്തിന്റെ പുറത്ത് ഇങ്ങനെ എനിക്ക് ഇപ്പം അതുപോലെ തന്നെ ഞാൻ ഇവരൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇവരുടെ പാർട്ട്നേഴ്സിനെ ഫോളോ ചെയ്യാറുണ്ട്, ഇവരുടെ ഗേൾ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ കാണാൻ എനിക്കത് ഫീൽ ചെയ്തത് ഇത്തവണ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കൊണ്ടുപോയത് എർലിംഗ് ഹാലൻഡാണ്. അപ്പൊ എനിക്ക് ഹാലൻഡിനോട് ഫീൽ, ഹാലൻഡിന്റെ മുടി പറത്തിട്ടിട്ടുള്ള നടത്തം ഹാലൻഡിനെ ആകർഷിച്ച ഘടകം ഹാലൻഡ് ആക്ച്വലി പശുവിന്റെ കരം. ഹാളന്റിന്റെ ഒരു വീഡിയോ ഭയങ്കര രസമുണ്ടായിരുന്നല്ലോ, ഫുഡ് കഴിക്കുമ്പോൾ നോക്കി. അങ്ങനെ അയാളുടെ കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് എല്ലാം രസമുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് എംബാപ്പന്റെ തന്നെ ലൈക്ക് പുള്ളിക്കാരന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് ഭയങ്കര എനിക്ക് അതും ഒരു താരത്തോടുള്ള ഇഷ്ടത്തിന് കാരണമാണ്. ആസ് എ അർജന്റീന ഫാൻ മറ്റു താരങ്ങളുടെ നല്ല സൈഡാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സിനൊക്കെ അവിടെ ശരിക്കും നോർവേന്റെ കളി തന്നെ കൊണ്ടുപോയത്. ശരിക്കും ഗോൾ വേട്ട എന്നൊക്കെ പറയുന്നത് ഹാളന്റിന്റെ. അതുപോലെ തന്നെ ജൂഡ്, മലയാളികൾ പൊതുവെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവരാണ്. ഹാളണ്ടും കുറിച്ച് പറയുകയാണെങ്കിൽ പലരും സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹാളന്റിന്റെ ലൈക്ക് ആ പാട്ട് തന്നെ ഹിറ്റായി. അതെന്താ പറയുക, സിറ്റിയിലെ ഹാളന്റിനേക്കാളും ഫേമസ് ആയത് ഈ വേൾഡ് കപ്പിലെ നോർവേയിലെ ഹാളൻഡ് ആണ് അല്ലെ? പിന്നെ അതിനൊരു കാരണമുണ്ട്. ഹാളണ്ട് അമ്മയുടെ പേര് വെച്ചിട്ടാണ് ഇപ്രാവശ്യം ലോകകപ്പിന് പേര് ജേഴ്സിയിൽ പതിച്ചിരുന്നത്. അപ്പൊ അത് ഞാൻ ചോദിക്കാൻ കാര്യം ഇതൊക്കെ യുവാക്കളെ സ്വാധീനിക്കുന്ന ഘടകമായിട്ടുണ്ടാകാം അല്ലെ ഫുട്ബോൾ. ഇപ്പോ ഫർസ് പറഞ്ഞല്ലോ ഹെയർ സ്റ്റൈൽ അങ്ങനെ മരുന്നുണ്ടെങ്കിൽ അത് സ്വാധീനിച്ചത് തന്നെയാണല്ലോ. പിന്നെ അവിടെ നടക്കുന്ന ഒരു രീതി ഹാലന്റെ നടത്തത്തിന് ഭയങ്കര രസമാണ്. പിന്നെ അതല്ല, നമ്മൾ ഹാലൻഡ് ഗോൾ അടിക്കുന്ന സമയത്ത് ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുള്ളിയുടെ ഫേസിൽ എക്സ്പ്രഷൻ കാണാം. എല്ലാവരും ഭയങ്കര ടഫിലേക്കും ഇത് അടിച്ചിട്ടുണ്ടാവും. പുള്ളി ഭയങ്കര ലാഘവത്തോടെ ചിരിച്ചു. പുള്ളിയുടെ ഒരു കോട്ടൺ ലൈക്ക് ഇറ്റ് വാസ് എ ഫൺ ഗെയിം എന്നാ പറയുന്നത്. എല്ലാരും അപ്പാർട്ട് ഫ്രം എല്ലാരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഗെയിം പുള്ളിക്കാരൻ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നത്, അത് ഭയങ്കര രസമായിട്ട്. ഇതിൽ രസകരമായ ഒരു കാര്യം തന്നെ ഇവിടെ, അതായത് ഹാളൻഡ് ബോൾ തനിക്ക് കിട്ടുമെന്ന് അറിയുമ്പോൾ മാത്രമേ ഓടി തുടങ്ങുള്ളൂ. അതുവരെ പുള്ളി ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിങ്ങനെ നടന്ന് അവിടെ ഇവിടെ ഒക്കെ നോക്കി രസിച്ച് പുള്ളി ഇങ്ങനെയൊക്കെ നിരീക്ഷിച്ച് ബോൾ കിട്ടുന്ന ഉറപ്പാകുമ്പോൾ പുള്ളി പൊസിഷനിലുണ്ടാവും. അതെന്ത് മന്ത്രമാണെന്ന് എനിക്ക് ഹാലൻഡ് ഏറ്റവും അപകടകാരിയാണ് എന്ന് തെളിയിച്ച ഒരൊറ്റ മൊമെന്റ് ഉണ്ടായിരുന്നു, ബ്രസീലിന്റെ രണ്ടാമത്തെ ഗോൾ. അതെ, ആരും എക്സ്പെക്ട് ചെയ്യാത്തതാണ് അല്ലേ? ഇത് അവർക്ക് പോലും ബ്രസീലുകാർക്ക് പോലും മനസ്സിലായിട്ടില്ല എങ്ങനെ ഗോൾ ചെയ്യുന്നത് അല്ലേ? അത് ഏറ്റവും ഒരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 പേര് അവിടെ കളിക്കുന്നുണ്ട്.
ഗോളിനെ നമുക്ക് മാറ്റാം 10 പേര് കളിച്ചിട്ട് ആലന്റെ അടുത്ത് പന്ത് കിട്ടി, പുള്ളി ആ പന്തൊന്ന് നോക്കി ഭംഗിയൊക്കെ നോക്കി തിരിച്ചു വെച്ചൊക്കെ ശേഷം കൃത്യമായിട്ടാണ് അടിച്ചത്. അത്ര സമയം കിട്ടിയിട്ട് പോലും അത് ഡിഫെൻഡ് ചെയ്യാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഗോളാവുന്നല്ലേ. അതെ. പിന്നെ ഈ ഹാളണ്ടിന്റെ വിനിഷ്യസിൽ നിന്നൊന്ന് ഷിഫ്റ്റ് ചെയ്ത മൊമെന്റ് ആയിരുന്നു അത് ഹാളണ്ടിലേക്ക് അല്ലേ? ജൂഡാണ് ഇപ്പൊ ജൂഡിലെത്തി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഹാളണ്ടിന്റെ സംഭവം എന്താ വെച്ചാല് ആള് 1-2 ടച്ച് കളിയിൽ എടുക്കുന്നുണ്ടാവും, പക്ഷെ അത് ഹൈലൈറ്റ്സിലുണ്ടാവും. അതാണ് കാരണം അത് ഗോളായിരിക്കും. മെറിനെ നമുക്ക് ഈ പ്രധാനപ്പെട്ട കളിക്കാരുടെയൊക്കെ പറഞ്ഞു, പക്ഷേ ഈ ലോകകപ്പ് ബാലവേലയുടേതാണെന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. കാരണം നമുക്കറിയാം എമീൽ യമാൽ 18 വയസ്സേ ഉള്ളൂ, ബബൌദി എന്ന് പറയുന്ന ഒരു താരം 18 വയസ്സേ ഉള്ളൂ, ഇന്നത്തെ എംബാപ്പെ തടഞ്ഞു നിർത്തിയ കുബാർസി 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ടീനേജ് താരങ്ങളുടേത് കൂടിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ടീനേജ് താരങ്ങളെ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? അതായത് വളരെ ചെറുപ്പത്തിലേ തന്നെ അവർ അച്ചീവ് ചെയ്യുകയാണ്, ലൈഫിൽ വലിയൊരു മൊമെന്റ് അച്ചീവ് ചെയ്യുകയാണ്. പിന്നീട് അവർക്ക് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നു. ഒരു കായിക താരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ലൈഫ്. ഫുട്ബോളിലെ ഈ യുവരക്തത്തെക്കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം? ഇനിയിപ്പോൾ മെസ്സിയും റൊണാൾഡോയൊക്കെ മാറുന്ന ഘട്ടത്തിൽ ഫുട്ബോളിനെ നയിക്കേണ്ടത് ഇവരൊക്കെയാണ്. എന്താ പറയാ, നാളെ ഫുട്ബോൾ ഭരിക്കാൻ പോകുന്നത് ഈ പറയുന്ന കൗമാര താരങ്ങളാണെന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ കുറെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ഗ്രൗണ്ടിലെ കളി കാണുമ്പം ഇപ്പൊ നമ്മള് ആൾക്കാർ ചിന്തിച്ചു പോണത് എന്താന്ന് വെച്ചാൽ, ഈ സമയത്ത് ഇപ്പം യമാലിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ ആളുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്താ പറയാ, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയാ പക്ക പ്ലാനിങ്ങിലാണ് നമ്മളിങ്ങനെ നടക്കണ സമയമായിരിക്കും. ഇപ്പം ആ കോളേജിൽ പഠിക്കുന്ന ടൈമാണ് ഇപ്പൊ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ് കട്ട് ചെയ്യുക, കടയിൽ പോയിരിക്കുക, ചായ കുടിക്കുക, തിരിച്ചു വരാം, ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ഇപ്പൊ നേരെ ക്രിക്കറ്റിലാണെങ്കിലും നമ്മളൊക്കെ അവിടെ വൈഭവ് ഉണ്ട്, വൈഭവിനെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഫുട്ബോളിലും നമുക്ക് ഇത്രയും പ്ലെയേഴ്സ് ഉണ്ട്. ഇവരുടെ ഈ ഒരു ലൈഫിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച് വരുമ്പോൾ നാളെയും അവരെന്തായി മാറുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യം. 18 വയസ്സിലല്ല എംബാപ്പെ വേൾഡ് കപ്പ് പിടിച്ചേ അല്ലേ? അതായത് പീക്കിലേക്ക് മെസ്സിക്ക് 20 വർഷം അധികം. നമുക്കൊക്കെ ആ ഏജിൽ നമ്മൾ എന്തായിരുന്നു, ഇപ്പൊ എന്റെ കാര്യമൊക്കെ എടുത്ത് ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, എനിക്കിപ്പോ 22 വയസ്സുള്ളൂ. ഞാൻ കോളേജിൽ പഠിച്ച ടൈമിലാണെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് നടക്കുക, ഈ ഒരു പരിപാടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. ഒരു ട്രോള് ഇതുമായി റിലേറ്റ് ചെയ്ത് ഏറ്റവും പ്രചരിച്ചൊരു ട്രോൾ എന്ന് പറയുന്നത് ലമീൻ യമാലിന്റെ പേരിലാണ്. അതായത് 18 വയസ്സിനിടയിൽ അദ്ദേഹത്തിന് 3 കാമുകിമാരുണ്ടായി. ഞാൻ ആ പ്രായത്തിൽ ഫിസിക്സ് പഠിക്കുകയായിരുന്നു, കണക്ക് പഠിക്കുകയായിരുന്നു എന്നുള്ള ട്രോൾ ഭയങ്കര രസകരമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കാര്യം നിങ്ങൾ യൂത്ത് എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? ആ സമയത്ത് ഞാൻ ആ സമയത്ത് മായക്കണ്ണ കണ്ടിരിക്കും. മസിൽ വിട് ഫർസേ, സത്യം പറ. മായക്കണ്ണോ ശരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്നേഹബന്നി പറയട്ടെ. സ്നേഹബന്നി 18 വയസ്സിൽ എന്ത് ചെയ്യായിരുന്നു? കോളേജിൽ 18 വയസ്സ് കോളേജിൽ പഠിക്കുകയായിരുന്നു ശരിക്കും. ശരിക്കും ഞാൻ പറഞ്ഞപ്പോ യാമനമാലൊക്കെ അവരുടെ സ്വപ്നങ്ങളെ പറ്റി ചിന്തിച്ചു തുടങ്ങിയ പ്രായം ഏതാണെന്ന് ആലോചിക്കുന്നത്. നമ്മളൊക്കെ 18 വയസ്സിൽ നമ്മള് ചിന്തിക്കാൻ തന്നെ അല്ലേ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അല്ല, 18 വയസ്സിൽ എന്തായിരുന്നു ഒരു ഭാവിയെ പറ്റിയിട്ടുള്ള കണക്കൂട്ടൽ? ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു. അതല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് ആഗ്രഹിച്ചായിരുന്നു. ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയാല് വേണ്ടെന്ന് വെച്ചിട്ട്. നമ്മുടെയൊക്കെ ഫീൽഡില് ഇപ്പൊ വരുന്ന ഒരു സംഭവം മിനർവ ഫുട്ബോൾ അക്കാദമി അല്ലെ അനുവേട്ട? ഞാൻ മിക്ക ദിവസം എന്റെ ഫീൽഡിൽ ഇപ്പൊ മിനർവ ഫുട്ബോൾ അക്കാദമിയുടെ പോസ്റ്റ് വരും. നമ്മുടെ പിള്ളേര് സ്വീഡനിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ ടീമുകളെ 13 ഗോളും 14 ഗോളിലും ഒക്കെ തറ പറ്റിക്കുന്ന. അപ്പൊ നമ്മുടെ പണ്ടത്തെ ജനറേഷനെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പൊ മെറിൻ പറഞ്ഞു 18 വയസ്സിൽ ഇപ്പോൾ സ്പെയിനിൽ കളിക്കണമെങ്കിൽ ബാർസ് അക്കാദമിയിലൊക്കെ എന്തായിരുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ യമാല് ഗോൾ അടിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അപ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴാണ് ഇത് വരുന്നത്. ഇപ്പൊ മിനർവ അക്കാദമിയുടെ അടുത്ത് പോസ്റ്റ് ഒക്കെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പിള്ളേർ ഇപ്പൊ കളിക്കുന്നുണ്ട്, 14 ഗോളൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ എന്ത് കളിയാ പിള്ളേര്, ഭയങ്കര അടിപൊളി. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് അവര്. പക്ഷെ പലപ്പോഴും അത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നൊരു. നോർവേന്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാല് ഇപ്പൊ നോർവേന്റെ അണ്ടർ ടീമിനെ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു പിടിപ്പുകേട് കൂടി അവിടെ ഉണ്ട്. ആ കോച്ച് ഇപ്പൊ ഇങ്ങനെ ലൈവ് ഇടുന്നുണ്ട്, അവർക്ക് അണ്ടർ 15 ലോകകപ്പ് കളിക്കാൻ പോകാൻ ഇവിടെ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. AFF എന്ന് പറഞ്ഞാല് ഈ വരുന്ന ഏഷ്യൻ ഗെയിംസിന് ടീമിനെ പറഞ്ഞു വിടുന്നില്ല, ഇന്ത്യൻ ടീമിനെ പറഞ്ഞു വിടുന്നില്ല. അവർ കാരണം പറയുന്നത് കിരീട സാധ്യത ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭരണകൂടവും സിസ്റ്റമാണ് നമുക്കുള്ളത് എന്നുള്ളൊരു വിഷമകരമായ കൂടി ഉണ്ട്. ഇപ്പൊ ഈ മിനർവയെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ
കിരീടം നേടാനല്ലോ ഒരു പ്ലേ കാണാമല്ലോ. എക്സ്പീരിയൻസ്. അല്ലാതെ പ്രജുഡിസ് ചിന്താഗതി കൊണ്ടാണ് അതെ. ഇന്ത്യക്ക് ആ സാധനം ഉണ്ട്. ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് സ്പോർട്സിനെ സംബന്ധിച്ച് നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിയാണല്ലോ. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്ന ഒരു സമയമാണ്, സർക്കാർ ഇടപെട്ട് നടത്തുന്നു. ലഹരി വലിയ തോതിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് അതിനൊക്കെ മറുമരുന്നായിട്ട് ഡി അഡിക്ഷൻ സെൻ്ററുകളല്ല, മറിച്ച് അവരെ ഫുട്ബോൾ ടർഫുകളിലേക്കോ ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമിലേക്കോ തിരിച്ചു വിടുക എന്നുള്ളത് വലിയ രീതിയിൽ പറയുന്നത്. ഇപ്പോൾ സ്പോർട്സ് ഒരു ലഹരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലക്ഷ്യം നേടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴുണ്ട്. അതില്ല, സ്പോർട്സ് ഇല്ലാതെ പോകുന്നതാണോ ശരിക്കുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക്? തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കായിക അധ്യാപകന്മാരുടെ വാർത്ത ഉണ്ട്, അവരെ നിയമിക്കുന്നില്ല എന്നുള്ള സാധനങ്ങൾ അധികം സ്കൂളിലും ഇപ്പം ഇപ്പം ഇറങ്ങിയിരിക്കുന്ന തന്നെ കാണിച്ചിരിക്കുന്നത്. അതായത് പിള്ളേർ കളിക്കേണ്ട ഗ്രൗണ്ടിൻ്റെ അകത്ത് സ്കൂളിലെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്ക് പിന്നെ ഒരു ഗെയിം പിന്നെ ഈ കണക്കധ്യാപകരാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അത് നമുക്ക് രസമാണ്. എനിക്കും ആ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കളിക്കുന്ന സമയത്ത് കളിക്കണം, ആ സ്പേസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ചിന്താഗതിയിലേക്ക് പോവില്ല എന്നുള്ളതാണ്. ബോഡി ഫിറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ലഹരിനോട് താല്പര്യം തോന്നില്ല ശരിക്കും. ആഷിഖുറിനിയുടെ പ്രതികരണം കുറച്ച് നാൾ മുന്നേ ഇതിനെ പറ്റി ഉണ്ടായിരുന്നു. സ്പോർട്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും, അതായത് ഫിറ്റ്നസ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ലഹരിയുടെ പിന്നാലെ ആൾ പോവില്ല. ആള് പക്ക ഒരു റുട്ടീൻ ഉണ്ടാവും, ഒരു ഡെയിലി റുട്ടീൻ ആൾക്കുണ്ടാകും. ആള് കറക്റ്റ് ട്രെയിനിങ് കാര്യങ്ങൾ, ഫിസിക്കൽ കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങൾ ഇതൊക്കെ ട്രെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലഹരിയിലേക്ക് പോകില്ല. സ്പോർട്സിനെ ലഹരിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ അതിന് ഈ ലോകകപ്പ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? കുറച്ച് സാധ്യതയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഓഫ്കോഴ്സ് ഇൻസ്പിറേഷൻ ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ പെർസീവറൻസോടെ വരുന്ന ഒരുപാട് യുവതലമുറ ഉണ്ടാവും. ഞാൻ പിന്നെ എനിക്ക് പക്ഷെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 2025 വേൾഡ് കപ്പ്, അല്ലെ സോറി 2022 ഞാൻ തെറ്റിപ്പോയതാണ്, 2022 ഖത്തർ വേൾഡ് കപ്പ് ആ സമയത്തുള്ള സോഷ്യൽ മീഡിയയും 2026 ഇപ്പത്തെ വേൾഡ് കപ്പ് തമ്മിലുള്ള സോഷ്യൽ മീഡിയ തമ്മിലൊരു വ്യത്യാസം ഞാൻ കണ്ടത് വെച്ചാൽ 2022 ഇപ്പൊ എനിക്ക് സ്പോർട്സ് അറിയാമെന്ന് തന്നെ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ട്രോളെന്നൊന്നും ഞാൻ വല്ലാണ്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ സജീവല്ലാത്തതും ഉണ്ടായിരിക്കാം. ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ സ്പോർട്സ് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് മുന്നോട്ട്, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനത്തെ സ്ത്രീകളെ പല രൂപത്തിൽ ട്രോളുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ല. ഇപ്പോൾ ടോറിയോ പെൻസോ പോലുള്ള വുമൺ റെഫറീസും, അല്ലെങ്കിൽ നമ്മൾ 2022 കണ്ട ഫസ്റ്റ് വേൾഡ് കപ്പ് ഫീമെയിൽ റെഫറീനൊക്കെ നമ്മൾ കണ്ടു, സ്റ്റെഫാനി ഫ്രാപ്പാറ്റിനൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇപ്പോഴും എന്താ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ ഭയങ്കര ട്രോളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞത്. അതെ, എന്താണ് മെസ്സി കളിച്ച ഫസ്റ്റ് എന്താണ് ക്ലബ് ഏതാണ്, മെസ്സി അടിച്ച സെഞ്ചുറി ഏതാണ്, മെസ്സിക്ക് എത്ര ഗോൾഡൻ ബൂട്ട് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞാലേ ഫുട്ബോളിനെ പറ്റി ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ഭയങ്കര ബോറ് ചിന്താഗതിയാണ്. പക്ഷെ അതിൽ സംബന്ധിച്ച കളി അറിഞ്ഞ് കാണുന്നവർ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് കൂടി പറയാനുള്ളത്, ഇപ്പം എന്നെ വിമർശിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. കാരണം ഈ ലോകകപ്പ് അടക്കം കണ്ടിട്ട് മത്സരങ്ങൾ കൃത്യമായിട്ട് വിശക്കുന്നത്, അവരൊരു വീട്ടമ്മയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ അത്തരത്തിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഗെയിമിലേക്ക് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വനിതകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കൂടുതലായിട്ട് സ്ത്രീകൾ ഇപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ നടക്കുന്നതുകൊണ്ടാണ് സ്പോർട്സിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നുണ്ടോ? സ്പോർട്സ് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ? എങ്ങനെയാണ് സ്പോർട്സ് ഫോളോ ചെയ്യുന്നുണ്ട്? അവർ പറഞ്ഞ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ അവർ ഫോളോ ചെയ്യുന്ന ഓഫ് കോഴ്സ് ഒരു ടീമിനെ പിന്തുണച്ചാൽ അവർ നമ്മൾ എന്തായാലും നമ്മൾ ആ ടീമിനെ പിന്തുണച്ചത് അവർ വിജയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടും. അപ്പൊ അവർക്ക് അവരുടെ മെയിൽ സുഹൃത്തുക്കളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്, നല്ലത് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ഇടുന്നത്? അപ്പൊ അത് ഭയങ്കര ട്രോൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഭയങ്കര സെക്സിസ്റ്റ് ചിന്താഗതിയാണ്. ഒരു സ്ത്രീ സ്പോർട്സ് പിന്തുടരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തോ ഈഗോ ആണ്, ലൈക്ക് ആണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് വെച്ചാൽ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്പോർട്സ് എന്നുള്ളത് ഇപ്പോഴും ഉള്ളതാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്ത്രീകൾ അതിലേക്ക് വരുമ്പോൾ അതിനെ തഴയുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട്. വളരെ സിമ്പിളാ. അതായത് പുരുഷ ഫുട്ബോളിന് വരുന്ന കാണികളുടെ എണ്ണവും വനിതാ ഫുട്ബോളിന് വരുന്ന കാണികളുടെ എണ്ണവും കമ്പയർ ചെയ്താൽ മാത്രം മതി. പക്ഷെ അതിൽ വലിയ മാറ്റം ക്രിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിക്കറ്റ് BCCI പോലും തഴഞ്ഞതാണ് വനിതാ ക്രിക്കറ്റ് നടത്തണം ആവശ്യപ്പെട്ട് ഒരു മുൻ വനിതാ താരം ക്രിക്കറ്റിലെ വുമൺ ക്രിക്കറ്റിലെ ആള് കൂടാനുള്ള കാരണം സൗന്ദര്യമാണ് എനിക്ക്.
അങ്ങനെയുണ്ടോ? ജനറലൈസ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ generalize ഫുട്ബോൾ സാധനമുണ്ട്. സുന്ദരികളുണ്ട് ഉണ്ട്. ഇഷ്ടം പോലെ. സുന്ദരികളുണ്ട് അല്ലേ? ആ ഇപ്പൊ പക്ഷെ അത് മാത്രമാണ് എനിക്ക് ഫർദ തോന്നുന്നത്. പറയാട്ടോ. കാരണം എന്താ എന്റെ വൈഫ് എല്ലാ കളിയും കാണുന്ന ആളാ. മീൻസ് ഇപ്പോ ഞാനെന്ന് പറഞ്ഞാൽ നമ്മള് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ചിലപ്പോ ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്നാമത്തെ 4:30 കളി ചിലപ്പോ സ്കിപ്പ് ചെയ്യും. ആ കളിയും കാണുന്ന ആളാണ് എന്റെ വൈഫ്. പക്ഷെ എന്നാലും സ്റ്റാറ്റസ് ഇട്ടാൽ വൈഫിന് മെസ്സേജ് വരുന്ന കാണാം, നീ കളി കാണാറുണ്ടോ എന്ന് എന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ ഒരു കൂട്ടം പുരുഷന്മാർ, ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്യുന്നില്ല, ഒരു കൂട്ടം പുരുഷന്മാർ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ എല്ലാ ഫോർമേഷൻസും എല്ലാ റൂൾസ് ഒക്കെ അറിഞ്ഞിട്ട് ഇവർ കളി കാണാൻ പാടുള്ളൂ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് കാണുന്ന ഒരാളൊന്നല്ല. ബേസിക്കലി എനിക്ക് കാണാൻ ഇഷ്ടമാണ്, അത് ആവേശമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ എക്സും വൈയും സെറ്റൊക്കെ പഠിച്ചിട്ട് കാണാൻ ഞാനെന്താ സിനിമ അങ്ങനെയാണ്. കാരണം സിനിമ അങ്ങനെയാണ്, നമ്മള് അത് വൈറ്റ് ഷോട്ട് ആണോ ലോങ് ഷോട്ട് ആണോ എന്ന് പറഞ്ഞിട്ടല്ലേ കാണുന്നത്. സിനിമ പോലെ സിനിമയും ഫുട്ബോളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യരുത്. അല്ല ഞാൻ പറയുന്നത് സിനിമ നമുക്ക് വിത്തൗട്ട് ടെക്നിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫുട്ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ പറഞ്ഞ ഈ നിങ്ങളെ ജനറലൈസ് ചെയ്യുന്നത് അതൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫുട്ബോളിന്റെ റൂൾ കളിക്കുക മനസ്സിലാക്കിയിട്ട് നമ്മൾ കളിക്കുമ്പോൾ കുറച്ചുകൂടി ആസ്വാദനം എനിക്ക് ഇതിന്റെ ഒന്നും അറിയത്തില്ല. ഇന്നലെ എമാൽ ഒരു ഗോൾ അടിച്ച് ഓഫ് സൈഡിൽ നിന്ന് അങ്ങനെ അടിച്ചത്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു അത് ഗോളാന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചു. അത് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്ന് വെച്ച് നമുക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയത്തില്ല. പക്ഷെ അത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. റൂൾസ് അറിയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ ഞാൻ പറയാം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻജോയ് ഇറ്റ്. ഇപ്പൊ ഹാളണ്ട് എന്താ പറയാ, ഇറ്റ് വാസ് എ ഫൺ ഗെയിം എന്നാണ് ഹാളണ്ട് പറഞ്ഞത്. അതേപോലെ ഇതൊരു ഫൺ ഗെയിം ആണ്, ഇത് എൻജോയ് ചെയ്യാം. അല്ല ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരെ പ്രത്യേകിച്ച് മെറിനും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വനിതകൾ കൂടുതലായിട്ട് ഫുട്ബോൾ റീൽസ് ചെയ്യുന്നുണ്ട്. അവരെവിടെ നിന്നാണ് അത് പഠിക്കുന്നത് എന്നുള്ള, അവർ പഠിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നവരിൽ നിന്ന് പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനൊക്കെ വലിയ റീച്ചും ഉണ്ട്. അങ്ങനെ എത്രയോ റീലുകളുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ ട്രോളുകളിലൂടെയാണല്ലോ ഇവർ വളർന്നു വരിക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ല. ഉറപ്പായിട്ട് അത് ഇപ്പൊ എനിക്ക് ഫുട്ബോളിനേക്കാളും ഇഷ്ടം ക്രിക്കറ്റാ. അപ്പൊ ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ചൊക്കെ എനിക്കറിയാം, ഒരു 80% അറിയാന്ന് വെച്ചോ. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ കളിയാക്കലൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് നൈറ്റ് ഇതുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണുമ്പോഴൊക്കെ ഇതെന്തിനാ എന്നെ അറിഞ്ഞിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഫുട്ബോൾ ആകുമ്പം എനിക്കറിയത്തില്ല. പക്ഷെ അത് അറിയാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ചിലവർക്ക് ഇഷ്ടമായിരിക്കും, അതിപ്പോ ബോയ് ഗേൾ എന്നുള്ള രീതിയിലല്ല, അത് ഇഷ്ടമാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കും. തുടക്കത്തിലെ മറ്റേ മുളയിലെ നുള്ളിക്കളയാന്നുള്ള ഒരു പരിപാടി. വെങ്കിക്ക് ഒരു കാര്യം തോന്നിയിട്ടുണ്ട്, അതായത് ഈ വേൾഡ് കപ്പ് വരുമ്പോ മാത്രം ഉണ്ടാവുന്ന ഫാൻസുകൾ അതുണ്ടാവും സ്വാഭാവികം. അതായത് പിന്നെ സ്റ്റാറ്റസ് മേക്കിംഗ് എല്ലാരും ഒരുപാട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവരായിരിക്കില്ല. ഗസയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് കംപ്ലീറ്റ് സ്റ്റോറി മേക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതെന്താണെന്നറിയാതെ അത് പിന്നെ എല്ലാരും ചെയ്തു, ഞാനും ചെയ്തു, അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് അതല്ല വേൾഡ് കപ്പ് വരുമ്പോ ഫാൻസ് ആണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ക്ലബിന്റെ ഒന്നും കളി കാണാറൊന്നുമില്ല. ഈ വേൾഡ് കപ്പ് വരുമ്പോ മാത്രം, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഫോണിൽ കാണുന്നതിനേക്കാളും നമുക്ക് ഈ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ക്രീൻ നാട്ടിലെവിടെയെങ്കിലൊക്കെ നിന്ന് അങ്ങനെ കാണാനുള്ള ഒരു ഇഷ്ടത്തിന് പുറത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫാൻസ് ഉണ്ടാവുന്നതും കളി പഠിക്കുന്നതും നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇതിനുപരിയായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഫാൻ ഫൈറ്റുകൾ ഇതിനെ ഗെയിമിനെ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഫാൻ ഫൈറ്റുകൾ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മികച്ചത് അതോ മെസ്സിയാണോ മികച്ചത്? ഈ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ? നമുക്ക് അതിന് വ്യക്തിപരമായിട്ട് അങ്ങനെ ഇത് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇന്നാള് മികച്ച എന്നല്ലല്ലോ ശരിക്കും. അതായത് ഗെയിമിനെ കൊല്ലുകയാണോ വളർത്തുകയാണോ? വളർത്തുകയാണ്. ഈ എല്ലാ ആരാധകർക്കും മെസ്സിയെയും നെയ്മറിനെയും റൊണാൾഡോയും ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തെറ്റായ തീരുമാനമാണ്. അല്ല പിന്നെ ഈ ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഇഷ്യൂ, അതായത് അർജന്റീനയിലെ ഞാൻ പറഞ്ഞ 90% ആളുകളെ കാര്യമാണ്. അത് 99% പറഞ്ഞ 1% അങ്ങനെ മാറ്റി. ഫുട്ബോൾ അറ്റ് ദി എൻഡ് ഈസ് ഓൾ അബൌട്ട് കമ്പാനിയൻഷിപ്പ്. അതാണ് കാര്യം. ഫുട്ബോൾ വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ ലൈഫിലുള്ള സ്നേഹയും ഗ്രാഫിക്സിലുള്ള മനീഷേട്ടനും ഇവിടെ ഇരിക്കില്ല. ഫുട്ബോൾ വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ഞാനും സ്പോർട്സിലും ലൈഫിലുള്ള നിങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കില്ല. ഫുട്ബോൾ എല്ലാവരും യുണൈറ്റ് ചെയ്യുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ സംവദിക്കുന്നു, അവരുടെ ലാംഗ്വേജ് പ്രകടിപ്പിക്കുന്നു. ഓവർ ഫൈറ്റ് ഒക്കെ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതൊരിക്കലും ആ സ്പിരിറ്റിനെ ചേർന്നതുമല്ല. ഇത് 2 മാസമുള്ള ഒരു കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷൻ നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കണം, ആ ഒരു ഒറിജിനാലിറ്റിയിൽ എടുക്കണം.
നമ്മൾ ആ രീതിയിൽ പെരുമാറണം. ആ മെച്യൂരിറ്റി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് റൊണാൾഡോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മെസ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നെയ്മറിനെ കുറ്റം പറഞ്ഞിട്ടില്ല. മെച്യൂരിറ്റി നമ്മൾ പ്രകടിപ്പിക്കണം. അവർ കളിച്ചോട്ടെ, നമ്മൾ എന്ത് പ്രകടിപ്പിക്കണം, നമ്മൾ എങ്ങനെ ഒരാളോട് ഇതിനായിട്ട് ഇടപെടണം, നമ്മൾ എങ്ങനെയാണ് ആ ബന്ധങ്ങൾ മീൻസ് അന്യം നിന്ന് പോലെ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇപ്പം നമുക്ക് എളുപ്പമാണ്, നിങ്ങൾ നെതർലാൻഡ്സ് ഫാനാ, ഇവൻ അർജന്റീനിയൻ ഫാനാ, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ, ബിക്കോസ് നിങ്ങൾ ഒരു പരസ്പരം ഒരു കമ്പാരിസൺഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ളൂ. അത് അങ്ങനെ കണ്ട പ്രശ്നം തരും. നമ്മൾ തന്നെ കാണാറുണ്ട്, കളിക്കളത്തിന് പുറത്ത് ഫാൻസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ട്രോളുകൾ വരണത് ഏത് രീതിയിലാണ്? കളിക്കളത്തിനകത്ത് ഇപ്പൊ റൊണാൾഡോയും മെസ്സി ആണെങ്കിൽ അവര് തോളത്ത് കൈയിട്ട് നടക്കുന്ന ഇമേജും താഴെ നമ്മൾ അടി ഉണ്ടാക്കുന്ന ഇമേജും ഇതാണ്. എല്ലാത്തിലും രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. സിനിമയിലും അങ്ങനെ തന്നെയാണ്. അല്ല, ഫാൻസിൽ മെച്യൂരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. ശരിക്കും റീസെന്റ് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഫാൻ ഫൈറ്റ് ഒക്കെ ഈ അനിയന്ത്രിതമായ നിലയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് ഫ്ലെക്സ് വെക്കാൻ പോലും ഇവിടെ ആളുണ്ടാവില്ല. അങ്ങനെയൊക്കെ പോയേനെ. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ വെങ്കിക്ക് മറുപടി പറയാൻ പറ്റുമായിരിക്കും. സ്പോർട്സ് തുറന്നിടുന്ന ഒരു വിശാലമായ ലോകം, വാണിജ്യ ലോകം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ബിസിനസിന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഈ ജേഴ്സി വിൽപ്പനയിൽ തുടങ്ങി അതുണ്ടാക്കുന്ന വലിയ ആഡ് റവന്യൂ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ സ്പോർട്സ് ശരിക്കും ആണല്ലോ? അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ വേൾഡ് കപ്പും ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. ബിസിനസ് ആണല്ലോ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സാധനം. അത് മണി റോളിംഗ് ഇല്ലെങ്കിൽ മണി അങ്ങനെ റോൾ ചെയ്ത് പൈസ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ലോകം നിന്ന് പോകുന്നുള്ളൊരു അവസ്ഥയിലാണ് പോണത്. നിങ്ങൾ വാർത്തയിൽ നിങ്ങൾ സ്പോർട്സുകാർ തന്നെ കണ്ടിട്ടുണ്ടാവും, അതായത് ഗ്രൗണ്ടിലെ പുല്ല് വരെ ഫിഫ വിൽക്കാൻ പോവാന്ന്. അത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? അതായത് പുല്ല് വിൽക്കാൻ പോവാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് നല്ല വില അതിനൊക്കെ. മാത്രമല്ല ഇപ്പോ ഇതിന് ലെവീസിന്റെ ബ്രാൻഡ് മറയ്ക്കുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷെ അവര് സമർത്ഥമായിട്ട് അതിനെ മറികടന്നു. അവരും ആ ബ്രാൻഡ് വിറ്റു. എങ്ങനെയൊക്കെ ബിസിനസ് ആക്കാൻ പറ്റുമോ എല്ലാം. ഇപ്പൊ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അങ്ങനെയല്ലേ, ഹോക്കി വേൾഡ് കപ്പ് അങ്ങനെയാണ്, എല്ലാ വേൾഡ് കപ്പ് അങ്ങനെയാണ്. എല്ലാ ഇവന്റും ബിസിനസ്. ഹൈഡ്രേഷൻ ബ്രേക്ക് കൊണ്ടുവന്ന് തന്നെ താരങ്ങൾക്ക് വെള്ളം പരസ്യത്തിൽ എത്ര വരുമാനമാ അല്ലേ? അതൊക്കെ ആ രീതിയിൽ തന്നെ പോകും. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര വിമർശനം നടക്കുന്നുണ്ട്. മീൻസ് മറഡോണ മരണപ്പെടുന്നതിന്റെ മുമ്പ് ഇതിനെക്കുറിച്ച് കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. എല്ലാം കൊമേഴ്ഷ്യലൈസ് ആയി തുടങ്ങി. അതാണ് ലോകം. അല്ലെ, ഫുട്ബോൾ താരങ്ങൾ എന്തെങ്കിലും ചെറിയ മൂവ്മെന്റ് ഉണ്ടാക്കി തന്നെ ബിസിനസ് ആവും. റൊണാൾഡോ കൊക്കോള മാറ്റി വെച്ചിട്ട് സായി സുദർശന്റെ ലോകകപ്പില് ബാറ്റ് 2 പ്രാവശ്യം പോയ സമയത്ത് മീൻസ് അടിക്കുന്ന സമയത്ത് തെറിച്ചു പോകുന്നുണ്ട്. പിന്നെ അവര് അവരെ കണ്ടിട്ട് ഗോൾ അടിക്കാൻ വേണ്ടിട്ട് ഗോളിനെ കവർ ചെയ്ത് സൈഡിൽ കൂടെ ഒക്കെ വരുമല്ലോ. ആ ടൈമിലൊക്കെ ലെൻസ് കാർട്ടൊക്കെ അത് കാഴ്ച ഒരു സ്പ്രേയുടെ പരസ്യം ഉണ്ടായിരുന്നല്ലോ അല്ലെ ഈ വേൾഡ് കപ്പിൽ. എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല. ഒരു സ്പോൺസർ ആയിരുന്നു. അതായത് അവരുടെ പരസ്യം ഇവിടെയാണ്, റഫറിയുടെ ഇവിടെയൊക്കെയാണ് അവരുടെ പരസ്യം ഉള്ളത്. പേര് ഓർമ്മയില്ല. ഇന്നലെ നന്നായിട്ട് ആ പരസ്യം വന്നിട്ടുണ്ട്. ഫിഫ ചട്ടപ്രകാരം അവർക്ക് റഫറിമാർക്ക് നെഞ്ചത്ത് ഈ ലോഗോ പതിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് മറികടക്കുന്ന രീതിയിലാണ് എല്ലാ മേഖലയിലുണ്ട്. പിന്നെ ഇതോടൊപ്പം ട്രംപിന്റെ കളികള് നമ്മൾ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ഏതാ? ഇതോടൊപ്പം നമ്മൾ ട്രംപിന്റെ കളികൾ പറഞ്ഞു പോകണം. ഒരു കാര്യം കൂടിയാണ്, അത് പ്രസക്തമാണ്. ഈ സ്പോർട്സിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ട്രംപ് ഇടപെട്ട് ഫിഫ ചട്ടങ്ങൾ മാറ്റി വെക്കുന്നു, നടപടികൾ മാറ്റി വെക്കുന്നു നടക്കുന്നത്. ട്രംപ് എന്ന് മാറ്റി നിർത്താം. നമുക്ക് സ്പോർട്സിലേക്ക് രാഷ്ട്രീയം വരുന്നതിനെ എങ്ങനെയാണ് നമുക്ക് കാണുക? ഇന്ത്യൻ സ്പോർട്സ് നശിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ തന്നെയാണ്, മേലാളന്മാരുടെ ഇടപെടൽ തന്നെയാണ്. അത് എങ്ങനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം തോന്നുന്നത്? രാഷ്ട്രീയം ഒന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഇപ്പൊ നേരെ ഒരാൾ പീഡന കേസായിട്ട് ഇതില്ലേ മറ്റേ ബ്രിജ്ഭൂഷൺ ആണോ? അതെ അത് ചെയ്തിരിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും പുള്ളിനെ നിയമിച്ചിരിക്കുന്നത്. ആരാണോ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് വരുന്നു അയാൾ തന്നെ വീണ്ടും പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ഫിഫേന്റെ അർജന്റീനയും ഫിഫയും തമ്മിൽ അലയൻസ് ഉണ്ട് എന്നുള്ള ട്രോളുകൾ വരുന്നുണ്ട്. സത്യമാണോ ഇല്ലെന്ന് അവിടെ നിൽക്കട്ടെ. ഈജിപ്ത് സ്വിറ്റ്സർലാൻഡ് കളിയിൽ ശരിക്കും റഫറി വിളിച്ചതിനെ ക്രോസ് ചെയ്ത് പിന്നെ ഇവരെ ലയണൽ സ്കലോണി പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല, വാറന്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പരിശോധിക്കണം ഉണ്ടോ ഉള്ളത്. അതായത് സോഷ്യൽ മീഡിയ, അതായത് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും ഓഡിയൻസിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കാൻ സമയത്ത് ഏറ്റവും മോശം സാധനമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്ന പൊളിറ്റിക്സ്. ഈ 2000 രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. അത് ഒരാൾ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതിന്റെ പേരിൽ റെഡ് കാർഡ്, അമേരിക്കയുടെ റെഡ് കാർഡ് നടപ്പാക്കുന്നത് മാറ്റി വെക്കുന്നു, നീട്ടി വെക്കുന്നു. പക്ഷെ അതിന് ഫിഫ പറയാനൊരു ചട്ടമുണ്ട്, 27-ാം ചട്ടം എന്നാണ് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാമെന്ന് ഫിഫയ്ക്ക് ന്യായീകരണമുണ്ട്. നമ്മളൊരു റൂൾസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ചില കമ്മിറ്റിക്കാർ പറഞ്ഞ അനുസരിച്ച് മാത്രല്ല, ഈ ഇറാൻ ടീമിനെ അവരെന്ത് ചെയ്തു,
മീൻസ് ഇറാൻ ടീം അമേരിക്കയിലാണ് കളിക്കുന്നത്. അപ്പൊ കളി കഴിഞ്ഞ് 1.5 മണിക്കൂർ ഗ്രൗണ്ട് വിടണം എന്നുള്ളൊരു രാജ്യം വിടണം എന്നുള്ളത്. അപ്പോൾ കളി കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ പോലും സമയം കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മളെ ആഫ്രിക്കനിലെ ഏറ്റവും മികച്ച റഫറി ആയിരുന്നു ഒമർ ഖാദിർ. അപ്പൊ ആക്ക് വേറെന്തോ പ്രശ്നം പറഞ്ഞിട്ട് വിസ പല ടീമുകളെയും താരങ്ങളെയും ഭയങ്കരമായിട്ട് ചെക്കിങ്ങിന് വിധേയമാക്കുക. അതിൽ പാർഷ്യാലിറ്റി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഭയങ്കര റൂൾസും ചെക്കിങ്ങും ഒക്കെ ശരിയാണ്. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേ ഇനിയിപ്പോൾ ഫൈനലിലേക്ക് തന്നെ ഫൈനൽ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഫൈനലിൽ ആര് ജയിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്? അർജന്റീന സ്പെയിൻ? അർജന്റീന. ഓക്കെ, നമുക്കൊരു വോട്ടിംഗ് നടത്താം. എത്ര പേര് അർജന്റീനക്ക് ഉണ്ട്? വോട്ടിംഗ് പറ്റില്ല, കാരണം ഇത് അർജന്റീന ബ്രാച്ചുകൾ മുന്നണിയുള്ള സ്പെയിനായിരിക്കും പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറഞ്ഞ ദിവസം ഇന്ത്യൻ ഫുട്ബോൾ എന്തെങ്കിലും രക്ഷപ്പെടുമോ? ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നത് കാണാൻ കഴിയും. 64 ടീമുകളാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോഴെങ്കിലും നമുക്ക് സാധ്യത ഉണ്ടാവും മലപ്പുറത്ത് നിന്നുള്ള? അതെ, കാൽപന്തിന്റെ മക്കയിൽ നിന്ന് വരുന്ന ഫർസയ്ക്ക് പറയാനുള്ളത്, സെവൻസ് ഒക്കെ കളിക്കുന്ന മലപ്പുറത്തുകാർക്ക് പറയാനുള്ളത് സാധ്യത ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. പ്രതീക്ഷയാണ്. അന്ന് ഇങ്ങനെ പറയും, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ചിലപ്പോൾ കിരീടം അടിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം കളിക്കുന്നത്. പക്ഷെ മിനർവ ഒക്കെ കയറി വന്നാൽ നടക്കും. പക്ഷെ അവിടെയും ഇപ്പോ ഇതിന്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇഗാർ സ്റ്റിമാക്ക് എന്ന് പറഞ്ഞ ഒരു പരിശീലകന്റെ കാലത്ത് മറ്റേ കബഡി നടത്തിയിട്ടായിരുന്നു 11 തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതേപോലെ ഒരു പീഡന പരാതിയും അന്നുണ്ടായിരുന്നു. ഈ മീൻസ് AFF-ന്റെ വൈസ് പ്രസിഡന്റ് ഇടപെട്ടൊരു പീഡന പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് മന്ത്രവാദം വെച്ചൊന്ന് പിടിക്കാം. അത് സൂപ്പർസിഷൻസ് അതൊരു വലിയ ഘടകമാണെന്ന് തോന്നുന്നത്. സ്പോർട്സ് സൂപ്പർസിഷൻസ് വളർത്തുന്നുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അർജന്റീന കളിക്കാനിറങ്ങിയത് എവേ ജേഴ്സി ഉപയോഗിച്ചിട്ടാണ്. അതല്ല, ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ അവർക്ക് ഉപയോഗിക്കേണ്ടിരുന്നത് നോർമൽ ജേഴ്സി ആയിരുന്നു. പക്ഷേ അവർ 1986 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചപ്പോൾ എവേ ജേഴ്സിയാണ് ധരിച്ചത്. അതുകൊണ്ട് അത് ധരിച്ചാൽ മറഡോണയുടെ അടക്കമുള്ള അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളൊരു തോട്ടിൽ അവർ കളിച്ചിരിക്കുന്ന റഫറീനെ അങ്ങനെ റെഫറൻസ് ചെയ്തിരുന്നല്ലോ. അത് മെസ്സിക്ക് മെസ്സിയുടെ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർസ്റ്റിഷൻസ് വളർത്തുന്നുണ്ടോ സ്പോർട്സ്? തെറ്റായ ഒരു ധാരണ എന്തെങ്കിലും സ്പോർട്സ് നൽകുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ ഗൗനിക്കുന്നില്ല. ചുമ്മാ പറഞ്ഞു വിടുന്നല്ലേ ആൾക്കാർ ഈ നൂറ്റാണ്ടില് സ്നേഹാബിനിക്ക് സൂപ്പർസ്റ്റിഷൻസ് എനിക്കോ ബ്രാച്ചുകൽ ഫാൻ ആയിട്ട് പറയാം, അത് സൂപ്പർസ്റ്റിഷൻ അങ്ങനെ തന്നെയാണ്. നിരത്തും, പക്ഷെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, വേറെ വല്ലതും അതൊക്കെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല. ഇങ്ങനെ സൂപ്പർസ്റ്റിഷൻസിലൊന്നും അത്രയും. അത് വേൾഡ് കപ്പിന് മറഡോണ വന്ന് അനുഗ്രഹിച്ചോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ സൈഡിക്ക് പലർക്കും പല അഭിപ്രായമല്ലേ. ഇപ്പൊ സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ വെച്ച് ഇന്നത്തെ കാലത്ത് ഗാനയിലെ മന്ത്രവാദി വന്ന ഒരു ഊതിയ ടീം തോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചെല്ലുന്നില്ല. ആൾക്കാരെ കുറച്ച് ട്രോൾ ഉണ്ടാക്കാൻ മെറ്റീരിയൽ കിട്ടുന്നല്ലാതെ അതിന് അങ്ങനെ വിട്ട് തന്നെ. ഗാനമന്ത്രവാദിന്റെ ഇംഗ്ലണ്ടിന്റെ എതിരെയുള്ള മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്, ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. അതാ ടീമിന്റെ കുഴപ്പം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം 32 ടീമുകൾ മത്സരിക്കാൻ വന്നിരുന്നു. 24 ടീമുകളായിരുന്നു മുമ്പ് അവസരം. ഇപ്പം 32 ടീമുകൾ. നമുക്ക് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ 48 ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കളിക്കാർ വരുന്നു, കൂടുതൽ ഗെയിം പോപ്പുലർ ആകുന്നു, ഗംഭീരമായിട്ടുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പുറത്തുള്ള മത്സരങ്ങൾ നൽകുന്നു. അപ്പോൾ ഇനി ഇത് കൂട്ടേണ്ടതുണ്ടോ? 64 ആക്കേണ്ടതുണ്ടോ? ഫിഫ അത് ആലോചിക്കുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യനെ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടുവയ്ക്കുന്നത്. അത് മാത്രമല്ല, ഗ്രൗണ്ട് വിചാരിച്ച് 48 ആയപ്പോ ഗെയിം ലാഗ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ലാഗ് ഒന്നും ആയിട്ടില്ല. ഭയങ്കര സൂത്തിങ്, പ്രതീക്ഷിക്കാത്ത ടീമുകൾ ഒരു അട്ടിമറി. ഇൻഫാന്റിനോക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം. എന്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. 48 നിർത്തിയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ടീമുകൾ കോമ്പീറ്റ് ചെയ്ത് വരട്ടെ. ഇപ്പൊ നമ്മള് വെറുതെ വേൾഡ് കപ്പിൽ കയറി വരില്ലല്ലോ. യോഗ്യതാ മത്സരങ്ങളുണ്ട്, പല റാങ്കിങ് സംഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്ന് കോമ്പീറ്റ് ചെയ്ത് വരണം എന്നാണ്. 48 കുഴപ്പമില്ല. 48 എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ടീമുകളും വന്നു കഴിഞ്ഞാൽ മാച്ചിന്റെ നിലവാരം എന്താവും. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം മാച്ചിന്റെ ഗുണനിലവാരത്തിൽ ഒരു കുഴപ്പമുണ്ടായില്ല. 64 ആയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വൈഡായി ആവുന്നൊരു കൺസേൺ എനിക്കുണ്ട്. അപ്പോൾ ഈ ക്വാളിഫയിങ് ഘട്ടത്തിലെ മാച്ചുകൾ കൂടി അവർ വാശിക്ക് കളിക്കട്ടെ. അങ്ങനെയല്ലേ വരിക. ഇറ്റലിയൊക്കെ എത്ര പുറത്തു പോയതല്ലേ. അവരൊക്കെ വരട്ടെ. നല്ല ടീമുകളൊക്കെ യോഗ്യതാ മത്സരങ്ങൾ അങ്ങനെ കളിച്ച് വാശിക്ക് അങ്ങനെ വന്ന് വരട്ടെ. നമ്മൾ കൂട്ടി എങ്ങോട്ട് പോകുന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. ഇപ്പോൾ ഉള്ളത് നല്ലതാണ്. അപ്പോൾ യൂത്തിനോട് എൻ്റെ ചോദ്യം, നിങ്ങൾ ഹാപ്പിയാണ് ഈ ലോകകപ്പിൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ അത്ര ഹാപ്പി അല്ല. ജർമ്മനി പുറത്തതിന്റെ സങ്കടമുണ്ട്. മനുഷ്യേട്ടാ കരയണ്ട. അല്ലെ, ഞാൻ ഉള്ളിൽ കരയുന്നുണ്ട്. എന്നാലും ഞാൻ ജർമ്മനി ഫാൻ. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മള് കുറസാവുള്ള കാരണമാണ് നമ്മൾ ക്വാർട്ടർ അല്ല
32 എത്തിയത്, അല്ലെങ്കിൽ ഗ്രൂപ്പിലേ പോയേനെ, വേറെ അതെ, കാര്യം. അതെ. ഈ നമ്മള് പിന്നെ ഇപ്രാവശ്യത്തെ പ്രതീക്ഷിക്കുന്നു. ജർമ്മനി ടീം വളരെ ശോകമാണ്. അട്ടർ ഫ്ലോപ്പാണ്, അട്ടർ ശോകം. ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഗെയിമിനുപരിയായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം പുറത്തു പോയി എന്നതിലുപരിയായിട്ട് നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? മറ്റു ടീമുകളുടെ പെർഫോമൻസിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതുണ്ട്. കാരണം അർജന്റീനയുടെ കളി കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അത് ഞാൻ പക്ക ജർമ്മനി ഫാനാണ് എന്താണെങ്കിൽ കൂടിയും, പക്ഷെ അർജന്റീനയുടെ ഈ ലാസ്റ്റ് മിനിറ്റ് മൊമെന്റ്സ് കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു ഫീലുണ്ട്. കാരണം ഫുട്ബോളിന്റെ ഏറ്റവും വലിയൊരു മൊമെന്റ് അങ്ങനെ വരുമ്പോൾ, പിന്നെ എംബാപ്പെ ഗോൾ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എംബാപ്പയുടെ ഇങ്ങനെയുള്ള സെലിബ്രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സെലിബ്രേഷൻ കാണാൻ വേണ്ടി ഗോൾ അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒലീസയുടെ ആ ഒരു ഡ്രിബിളിങ്ങും മറ്റു കാര്യങ്ങളും മൊമെന്റ്സ് അങ്ങനെ പലതും ഉണ്ട്. ആ ChatGPT ഡ്രിബിളിംഗ് സെർച്ച് ചെയ്ത ആളാണ്. അല്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പഠിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഈ യൂത്ത് നൽകുന്ന പ്രതീക്ഷയും വലുതാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഫുട്ബോൾ കളിക്കളത്തിൽ 19 20 ഉള്ളതുപോലെ പുറത്തുള്ള യൂത്തും ഈ ഫുട്ബോളിനെ ആവേശത്തോടുകൂടി കാണുന്നു. കളിയറിയാത്തവർ കളി പഠിക്കാൻ ശ്രമിക്കുന്നു, കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അത് സ്പോർട്സിന്റെ ഒരു വിജയം തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്പെയിൻ കപ്പടിക്കും. ഇല്ല, അർജന്റീന. അർജന്റീന ഞാൻ വിചാരിച്ചു എങ്ങാനും 60 വർഷത്തിന് ശേഷം ഇംഗ്ലണ്ടിനെക്കാളും ഇതില് സ്പെയിൻ പറയുന്നവരൊന്നും അല്ല, സ്പെയിൻ പറയുന്നവരൊന്നും സ്പെയിൻ അല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും അർജന്റീനക്കാരും ആസ്വദിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ കളിയൊക്കെ എന്തായാലും ആസ്വദിച്ചു. പക്ഷെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചതാ, കുറച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇതിനൊരു കോമഡി എന്താ വെച്ചാല്, ഇപ്പൊ ഈ പറഞ്ഞ 4 പേരും അവരുടെ ടീമിനെ എല്ലാ ഫൈനലിൽ പറയുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഫുട്ബോൾ ആസ്വാദകരാണ്. അതെ അതെ. അതാണ് കണ്ണീര് തുടച്ചിട്ട് സ്പെയിൻ കപ്പടിച്ചിട്ട് ഫലസ്തീന്റെ പതാക പറത്തണം എന്നാണ് ഇവർക്ക് ആഗ്രഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ കാര്യമൊന്നും ഞങ്ങൾ അത്രയും പൊളിറ്റിക്സ് ഇല്ല. അതായത് ഇപ്പോ അർജന്റീന കപ്പടിക്കുകയാണെങ്കിൽ മെസ്സിന്റെ സ്റ്റോറി നമ്മൾ ഇടും, കാരണം ഫുട്ബോൾ ആരാധനയല്ലേ. സ്പെയിൻ ആണെങ്കിൽ 2 കൂടുതൽ ഇടും, അത്രേ ഉള്ളൂ. പൊളിറ്റിക്കലി ഞാൻ സ്പെയിനാണ്, പക്ഷെ കളി നോക്കുകയാണെങ്കിൽ ഞാൻ അർജന്റീന. സ്നേഹയ്ക്ക് വിനേഷ് ജൂനിയർ കപ്പടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, സ്നേഹ അത്രയെങ്കിലും വന്നല്ലോ. തീർച്ചയായിട്ടും ഇനിയിപ്പോ അടുത്ത ലോകകപ്പ് വരുമ്പോഴത്തേക്കിനും സ്നേഹ എക്സ്പെർട്ട് ആയിരിക്കും, പാനലിൽ നയിക്കുന്നത് ചിലപ്പോൾ സ്നേഹ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. എന്തായാലും ഫുട്ബോളിനെ സംബന്ധിച്ച യൂത്ത് വലിയ ആവേശത്തിൽ തന്നെയാണ്. അവർക്ക് കുറേയധികം കാഴ്ചപ്പാടുകൾ, അത് തുടക്കത്തിൽ ഫർസ പറഞ്ഞത് തന്നെ, ആ പോയിന്റ് പറഞ്ഞത് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അതിജീവനം സാധ്യമാക്കുന്നു. ഒരു ഘട്ടത്തിലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ഏത് നിമിഷം നമുക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായി, ഒരു റെപ്ലിക്കയായിട്ട്, ലൈഫിൻ്റെ റെപ്ലിക്കയായിട്ട് അവർ ഫുട്ബോളിനെ കാണുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കാം. അതിനുശേഷം ആ ആവേശവുമായി വീണ്ടും ഇവർക്കൊപ്പം തന്നെ കാണാം. നമസ്കാരം.